പ്രൈസ് ദി ലോർഡ്. ദ ഷെപ്പേഴ്സ് ആപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 56:3-4 വാക്യങ്ങൾ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഭയപ്പെടേണ്ട എന്നുള്ള വിശുദ്ധ തിരുവെഴുത്തിൽ 56ാമത് തവണ കാണുന്നതാണ്. 56ാമത് സങ്കീർത്തനത്തിലാണ് നമ്മളത് വായിക്കുന്നത്. ഈ ഭാഗത്തിൽ നാം കാണുന്നത് ദാവീദിന്റെ അനുഭവമാണ് അവിടെ കാണുന്നത്. ശൗൽ രാജാവിനെ ഭയപ്പെട്ട് താൻ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ പുകഴുകയും ചെയ്തപ്പോൾ ദൈവം തനിക്ക് ആശ്രയമായി തൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തി. അപ്പോൾ താൻ പറയുന്നു, ഞാൻ മറ്റൊരാളെ ഭയപ്പെടുകയില്ല എന്ന് പറയുന്നത് കാണുവാൻ സാധിക്കും. ഇംഗ്ലീഷിൽ വായിക്കുന്നത്, വെൻ ഐ അഫ്രൈഡ് ഐ പുട്ട് മൈ ട്രസ്റ്റ് ഇൻ യു ലോർഡ് ഹൂസ് വേർഡ് ഐ പ്രൈസ്. ഞാൻ ആരെ വിശ്വസിക്കുന്നോ അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം എന്നെ കാക്കുവാൻ ശക്തനെന്ന് പൗലോസ്ലീഹ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെ ദാവീദ് പറയുകയാണ്, ഞാൻ ആരെ സ്തുതിക്കുന്നുവോ, ഞാൻ ആരെ ആരാധിക്കുന്നുവോ അവൻ എൻ്റെ ധൈര്യമാണ്, അവൻ എൻ്റെ ദൈവമാണ്, അതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടുന്നില്ല. ഭയം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, ദൈവത്തിലുള്ള ഭയത്തിൽ, ദൈവാശ്രയത്തിൽ ജീവിക്കുന്ന അനുഭവം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വചനത്തിൽ വായിക്കുന്നു. അപ്പം ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ എല്ലാവിധമായ ബ്ലെസ്സിങ്സും അവൻ്റെ ജീവിതത്തിലുണ്ട്. രണ്ടാമത്തെ ഭയം, അത് മറ്റു ഭാഗ്യശക്തികളുടെ ഇടപെടൽ മൂലം മറ്റു സാഹചര്യങ്ങൾ, നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ കണ്ട് നാം ഭയപ്പെടുന്നു. അതൊരു രോഗമായിരിക്കാം, അത് ജീവിതത്തിലെ ഭാരങ്ങളായിരിക്കാം, അത് ജോലിയായിരിക്കാം, തലമുറകളെ പറ്റിയുള്ള ചിന്തകളായിരിക്കാം, മറ്റു മനുഷ്യരാകാം. ഏത് സാഹചര്യമായാലും നമ്മളെ ത്രെട്ട് ചെയ്യുന്ന, നമുക്ക് ഹാമായിട്ട് വരുന്ന ഓരോ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ ഭയമുളവാക്കുന്നത്. അതിന്മേൽ ചെറുത്തു നിൽക്കുവാൻ ഉള്ള കൃപ നമുക്ക് തരുന്ന ദൈവമാണ്. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2 തിമോത്തിയോസ് 1:7 നമ്മൾ വായിക്കുന്നു, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഭയത്തിൻ്റെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അവനിലെ സ്നേഹമുളവാകും. അതുപോലെ അവനിലുള്ള ആത്മാവ് സുബോധത്തിൻ്റെയും ശക്തിയുടേതുമാണ്, ഭീരുത്വത്തിൻ്റെ അല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിത സാഹചര്യങ്ങൾ ഉളവാകുന്ന പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടേണ്ടതില്ല. അതിനെ ഓവർകം ചെയ്യുവാനുള്ള കൃപ ദൈവം തരും. ഇത് വാക്കാലം ജീവിതത്തിൽ പുതിയ സാഹചര്യങ്ങളെ നേരിടുന്നവർ, പുതിയ ജോലിക്കായി കടന്നു പോകുന്നവർ, അതെങ്ങനെ ചെയ്യും, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ സന്ദേഹത്തോടെ ഭയത്തോടെ കടന്നു പോകുന്നവരുണ്ടാകാം. എന്നാൽ പരീക്ഷയായാലും ജോലിയായാലും ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ നേരിടുന്ന, അഭിമുഖീകരിക്കുന്ന എല്ലാ മേഖലകളിലും നമുക്ക് വിജയം തരുവാൻ, നമ്മുടെ ഭയത്തെ മാറ്റി നമ്മളെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ നടത്തുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ആ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനം കേൾക്കുന്നതിൻ്റെ ജനത്തെ അങ്ങയുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയം കൂടാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് സമാധാനത്തോടെ ജീവിപ്പാനുള്ള കൃപ ദൈവം നൽകിയാട്ടെ. മഹത്വം കർത്താവ് എടുത്താട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ.